ഹായ് ഹലോ വെൽക്കം ബാക്ക് യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞങ്ങൾ റൂമിൽ ചെക്ക് ഇൻ ചെയ്തു. റൂമിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള കാഴ്ചയാണ്. നല്ല കണ്ണിനൊക്കെ കുളിർമയേക്കണ കാഴ്ചയായിരുന്നു. ഡോർ തുറന്ന് വരുന്നത് ഫുള്ളും മലയാണ്. ബാക്കിലും ഫ്രണ്ടിലൊക്കെ മല തന്നെ. അപ്പം നല്ല കോടയും നല്ല തണവും നല്ല മഞ്ഞും ഒക്കെ ഉണ്ടായിരുന്നു. ചെറിയ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു ആ സമയത്ത്. അങ്ങനെ ഞങ്ങൾ നേരം വെളുത്ത് ഫുഡൊക്കെ കഴിക്കാൻ വന്നു. കാലത്ത് മസാല ദോശ കഴിച്ചു, ഇഡ്ഡലി അങ്ങനെയൊക്കെ കഴിച്ചിട്ട് അവിടെ ഞങ്ങൾ തന്നെ തൊട്ടടുത്തുള്ള ഒരു ഹണി മ്യൂസിയം ഉണ്ടായിരുന്നു. നടന്നു പോകാനുള്ള വഴിയുള്ളൂ, പക്ഷെ ഞങ്ങൾ ജസ്റ്റ് കാറെടുത്ത് ഇറങ്ങി അവിടെ പോയി. റോഡൊക്കെ ഡേഞ്ചർ റോഡായിരുന്നു. ഭയങ്കര ഇറക്കവും കല്ലും കുണ്ടും നിറഞ്ഞ വഴിയായിരുന്നു. അപ്പോൾ ഹോട്ടലിലത്തെ ആളെന്നെ പറഞ്ഞു കാറ് പോലത്തെ റിസ്ക്കാണ്, കാരണം അവിടെ ഫുള്ള് ജീപ്പൊക്കെയാണ്. എവിടെ നോക്കിയാലും ജീപ്പാണ്. അവിടെ ഫുൾ ട്രക്കിങ്ങിൻ്റെ ഏരിയയാണ്. പക്ഷേ ഞങ്ങൾ പോയി. അങ്ങനെ അവിടെ എത്തി. നല്ല രസമുള്ള ഒരു ഹണി മ്യൂസിയം ആയിരുന്നു. നല്ല ഹണിയുടെ ഇതൊക്കെ സ്ട്രക്ചറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. അങ്ങനെ അവിടെ തന്നെ ഇവരുടെ സ്ട്രോബെറി ഫാമും ഉണ്ടായിരുന്നു. സ്ട്രോബെറി ഫാമും പിന്നെ ബീട്രൂട്ട്, പയറ്, ബീൻസ്, പയറ്, ക്യാബേജ് അതിൻ്റെ ഒക്കെ ഫാമായിരുന്നു. പക്ഷേ എന്താ സംഭവം എന്ന് വെച്ചാൽ ഒന്നിൻ്റെ സീസണല്ല ഇപ്പം. ഒക്കെ രണ്ടാമത് അവർ നട്ടേക്കായിരുന്നു. പുതിയ പ്ലാന്റ് വെച്ചേക്കായിരുന്നു അവർ. അത് കാരണം ഞങ്ങൾ പോയ ടൈമിൽ സ്ട്രോബെറി ഒന്നും തന്നെ കാണാൻ പറ്റില്ല. ഇടയ്ക്കൊക്കെ ചില സ്ട്രോബെറീസ് കണ്ടെന്നല്ലാണ്ട് വേറെ അങ്ങനെയൊന്നും കാണാൻ പറ്റില്ല വല്ലാണ്ട്. ഞങ്ങളിവിടുന്ന് പോകുമ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞൊരു കാര്യം, വരുമ്പോൾ സ്ട്രോബെറി കൊണ്ടുവന്നോളോ, ചാക്ക് എടുക്കണോ കൊട്ട എടുക്കണോ ഒന്നും അറിയാത്തൊരവസ്ഥയിലായിരുന്നു. കാരണം വാരിക്കൊണ്ടുവരാം എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇവിടുന്ന് പോയത്. പക്ഷെ അവിടെ സ്ട്രോബെറി ഫാമിൻ്റെ അവസ്ഥ കണ്ടപ്പോൾ ഞങ്ങൾക്ക് തന്നെ കരച്ചിൽ വന്നു. കുറേ കൂർക്ക കൃഷി എന്തോ ഉണ്ടായിരുന്നു അവിടെ. അങ്ങനെ പുതിയ റീപ്ലാന്റ് ചെയ്ത് സമയത്തായ കാരണമാണ് ഞങ്ങൾക്കൊന്ന് കാണാൻ പറ്റാഞ്ഞത്. പക്ഷെ അവിടുത്തെ ആൾ പറഞ്ഞു ട്രക്കിങ്ങിന് പോകുന്നുണ്ട് ഞങ്ങൾ. അപ്പോൾ അവിടെ ഇപ്പോഴും സ്ട്രോബെറി ഉണ്ടാവുന്ന ടൈമാണ്. അപ്പോൾ അവിടെ ഉണ്ട്, ഇവിടുത്തെ നോക്കണ്ട, അവിടെ എന്തായാലും സ്ട്രോബെറി നിങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞു. നമ്മെ വീഡിയോസിലൊക്കെ കണ്ടേക്കണത് സ്ട്രോബെറി ഫാമിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമുക്ക് സ്ട്രോബെറി ലൈവായിട്ട് പൊട്ടിച്ച് കഴിക്കാം, നമുക്ക് ആവശ്യമുള്ളത് നമ്മളെ ബാസ്ക്കറ്റിലാക്കി എടുക്കാമെന്നൊക്കെയാണ്. പക്ഷേ അതിനൊന്നും പറ്റില്ല. കാരണം ആദ്യം എല്ലാവരും വന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കുറേ കഴിക്കും, കുറേ പോക്കറ്റിലിടും, കുറേ ബോക്സിലിടുമൊക്കെ ആയിട്ട് ഇവരത്രയും കഷ്ടപ്പെട്ട് ചെയ്യണൊരു ജോലിയാണ്. അപ്പോൾ അവർക്ക് ഭയങ്കര നഷ്ടമൊക്കെ ആയി. പിന്നെ ഇപ്പം എല്ലായിടത്തും ഇതുപോലെ മറച്ചേക്കാണ്. കമ്പിവേൽ വെച്ചിട്ടും മരത്തിൻ്റെ പലകൊക്കെ വെച്ചിട്ട് മറച്ചിട്ടാണ് അവർ ഇത് സംരക്ഷിക്കണേ. പിന്നെ ഇവിടെ അത് മാത്രമല്ല, ഇതിൻ്റെ ജാമൊക്കെ ഉണ്ടായിരുന്നു, സ്ക്വാഷ് ഉണ്ടായിരുന്നു സ്ട്രോബെറിയുടെ. ഓക്കെ, അതൊന്നും ഞങ്ങൾ വാങ്ങിയില്ല. ഞങ്ങൾ ഇത് മാത്രം വാങ്ങിയുള്ളൂ. ചായയിലൊക്കെ ഉണ്ട്, അത് വാങ്ങിയുള്ളൂ. പിന്നെ നേരെ അവിടുത്തെ ഹണി മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ കയറി. അപ്പോൾ ഈ ഹണി തേനീച്ചകളിങ്ങനെ അവരുടെ ഇതൊക്കെ ഉണ്ടാക്കി കൂടൊക്കെ ഉണ്ടാക്കി വെച്ചതിൻ്റെയൊക്കെ സംഭവങ്ങളൊക്കെ കാട്ടിത്തന്നു. തേനീച്ചയെന്ന് കുത്ത് കിട്ടിയിട്ടല്ലാണ്ട് ഇതിൻ്റെ എങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സെന്ന് ഒന്നും നമുക്ക് അറിയില്ല. പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നന്നായി പഠിക്കണ കാരണം അതൊന്നും കണ്ടിട്ടില്ല. അപ്പം ഇതൊക്കെ ഭയങ്കര അതിശയമായിരുന്നു. ഇതെല്ലാം തൊട്ട് നോക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ സ്കൂളുള്ള ടൈമിൽ പോയ കാരണം ഇവിടെ വല്ലാണ്ട് തിരക്കൊന്നുമില്ലാണ്ട് ഞങ്ങൾക്കെല്ലാം കാണാൻ പറ്റി. അങ്ങനെ ഞങ്ങൾക്ക് വിവരമുള്ള ഒരാൾ ഇതിനെ പറ്റിയെല്ലാം പറഞ്ഞു തന്നു കേട്ടോ അവിടെ വെച്ചിട്ട്. സെറ്റാക്കിയിരിക്കുന്ന ഒരു തേനീച്ചക്കൂടാണ്. ഇതിൽ 3 തരം ബീസാണ് ഉള്ളത്: ഫീമെയിൽ ബീസ്, മെയിൽ ബീസ് ആൻഡ് ക്യൂൻ ബീ. ഈ കൂട് സംരക്ഷിക്കുന്നതും ഈ കൂട്ടിന് കവരായിരിക്കുന്നതും ഫുഡൊക്കെ കളക്ട് ചെയ്തുകൊണ്ട് വരുന്നതും റാണിയെ സെലക്ട് ചെയ്തതുമാണ് ഈ ഫീമെയിൽ തേനീച്ചയുടെ പണി. ഇവര് ഈ കൂട്ടിലെ വർക്കർ ബീസ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ കൂട്ടിലെ മടിയൻ തേനീച്ച എന്നാണ് ആൺ തേനീച്ച അറിയപ്പെടുന്നത്. ഇവര് ഫീമെയിൽ കൊണ്ട് വരുന്ന ഫുഡ് കഴിച്ചു തരുന്നത് മാത്രമാണ് ഈ ആൺ തേനീച്ചകളുടെ പണി. ഇവര് റാണി തേനീച്ചയുമായി ഇണചേർന്ന ശേഷം ഡെത്താനാണ് ചെയ്യുന്നത്. റാണി തേനീച്ചയ്ക്ക് മാത്രമേ ഒരു ദിവസം 2000 എഗ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളത്. അങ്ങനെ അവർക്ക് ആ കപ്പാസിറ്റി ഇല്ലെന്ന് ഫീമെയിൽ തേനീച്ചകൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അവർ ഇവരെ കൊന്നിട്ട് വേറൊരു റാണിയെ സെലക്ട് ചെയ്യും. അവർ എങ്ങനെയാണ് ഒരു റാണി സെലക്ട് ചെയ്യുന്നത് വെച്ചാൽ, ഇവരിൽ നിന്ന് പ്രായം കുറഞ്ഞ തേനീച്ചകളിലെ അവരുടെ ഗ്ലാൻസിലുണ്ടാകുന്ന ജെല്ലാണ് റോയൽ ജെല്ല്. അത് അവർ നല്ല സെല്ല് നോക്കി ഫീഡ് ചെയ്ത് വെക്കും. അതിൽ നിന്ന് 16 ദിവസത്തിന് ശേഷം ഒരു എഗ് പ്രൊഡ്യൂസ് ആവും. അതാണ് റാണി തേനീച്ച എന്നറിയപ്പെടുന്നത്. ആ റോയൽ ജെല്ല് കഴിക്കുന്നതുകൊണ്ട് മാത്രമാണ് റാണി തേനീച്ച മറ്റു തേനീച്ചകളെക്കാളും 5 വർഷം ജീവിച്ചിരിക്കുന്നത്. റാണി തേനീച്ചയുടെ ആയുഷ്കാലം എന്ന് പറയുന്നത് 5 വർഷമാണ്. ഇവരുടെ ആയുഷ്കാലം എന്ന് പറയുന്നത് 1 മാസം അല്ലെങ്കിൽ 2 മാസം. അങ്ങനെയായിരിക്കും ഇവരുടെ ആയുഷ്കാലം. അത് കഴിക്കുന്നതുകൊണ്ട് മാത്രമാണ് അവർക്ക് അത് വലിപ്പം കൂടിയത് റാണി തേനീച്ചയായിട്ട് കാണപ്പെടുന്നത്.
ആ റോയൽസിൽ നമുക്ക് കഴിക്കാൻ പറ്റും. അതിന്റെ ഏജ് ആണ്. ആരോഗ്യം, സൗന്ദര്യം, യുവത്വം നിലനിർത്താൻ. ചേച്ചി പറഞ്ഞതൊക്കെ മനസ്സിലായില്ലേ? അതാണ് സംഭവം. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങൾക്കും കുറേ മനസ്സിലായി. അങ്ങനെ ഒന്ന് കുറേ തേന് ടേസ്റ്റ് ചെയ്യാൻ തന്നു. പല ഫ്ലേവറിലുള്ള തേനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ടേസ്റ്റ് ചെയ്യാൻ തന്നു. പ്രത്യേകിച്ച് മാറ്റമൊന്നും തോന്നിയില്ല, പക്ഷേ കുഴപ്പമില്ല. തേനൊക്കെ നമുക്ക് എപ്പോഴും ഒന്നിൻ്റെ തോന്നും, പക്ഷേ പല ഫ്ലേവറിലുള്ള തേനുണ്ടായിരുന്നു. പിന്നെ ഇവിടെ നിന്നുള്ളത് ചായപ്പൊടി, ഈ പറഞ്ഞ പോലെ തന്നെ പല ഫ്ലേവറിലുള്ള ചായപ്പൊടി, ഏലക്കായ, അത് ഇത് അങ്ങനത്തെ സ്പൈസസ് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ കുറേ സംഭവങ്ങളൊക്കെ ഇങ്ങനെ ചിരട്ട കൊണ്ടൊക്കെ ഉണ്ടാക്കി വെച്ചതുണ്ടായിരുന്നു. ചീർപ്പ്, അത് ഇത് അല്ലാതെ ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് കളിക്കുന്നതും കമ്മൽ, മാല. അങ്ങനത്തെ ഒന്നും വാങ്ങിയില്ല. പിന്നെ ഇത് നേരെ ഒത്തിരി നോക്കില്ല, നേരെ പോയത് അവൻ്റെ കളിക്കുന്ന ടോയ്സിൻ്റെ അടുത്തുണ്ടായിരുന്നു, കാറുകളൊക്കെ. അതൊക്കെ പോയി തൊടലും പിടിക്കലൊക്കെ ഉണ്ടായിരുന്നു. അവനക്ക് കാറൊക്കെ വാങ്ങിച്ചു കൊടുത്ത്. അങ്ങനെ അവിടെയൊക്കെ ഒന്ന് കുറച്ച് നേരം ചുറ്റിക്കറങ്ങി. എന്തോ കാട്ടുള്ളിത്തൈല എന്തോ സംഭവമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ വാങ്ങി. കുറച്ച് കൂവപ്പൊടി അവിടുത്തെ ആദിവാസികൾ ഉണ്ടാക്കണമെന്ന് പറഞ്ഞു, ചായല, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി. നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. നല്ല കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സംഭവം തന്നെ. അപ്പോൾ എല്ലാവരും വട്ടവട വരുമ്പോൾ മസ്റ്റായിട്ട് ഹണി മ്യൂസിയം ഒന്ന് വന്ന് കാണാം. പിന്നെ അവിടെ തൊട്ടടുത്ത് തന്നെ കുറേ ഫ്ലവേഴ്സ് ഉണ്ടായി നിൽക്കുന്നുണ്ട്, ഒരു ഗാർഡൻ പോലെ. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് പോയി. നമ്മളിവിടെ ഉള്ള പോലത്തെ ചെടികളൊക്കെ തന്നെ, നമ്മളിവിടുത്തെ നഴ്സറിയിലുള്ള ഫ്ലവേഴ്സ് തന്നെ എനിക്ക് അവിടെ ഫീൽ ചെയ്ത്. ഇടയിലൊക്കെ സ്ട്രോബെറിയുടെ തൈകൾ നട്ടിട്ടുണ്ട്. ഈ ഗാർഡനിൽ കുറച്ച് സ്ട്രോബെറീസ് അവരോടൊക്കെ നിൽക്കുന്നുണ്ട്, പക്ഷേ ഇതുമ്പോൾ തൊടാനോ പിടിക്കാനോ ഒന്നും പാടില്ല. അത് ഇടയ്ക്കിടയ്ക്ക് അവിടെ ഇങ്ങനെ വിളിച്ച് പറയുന്നുണ്ട്. നമ്മൾ പിന്നാലെ നടന്നിട്ടും തൊട്ടിക്കരുത്, തൊടരുത്, പൂ തൊടരുതെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇവിടെ എനിക്ക് വെറൈറ്റി ആയി തോന്നിയത്, ഇവിടെ മറ്റേ ഊട്ടിപ്പൂ ഉണ്ടല്ലോ, ഊട്ടിപ്പൂവിൻ്റെ നല്ല ഓറഞ്ച് കളർ ഊട്ടിപ്പൂവ്, വൈറ്റ് കളർ ഊട്ടിപ്പൂവ്. ഞാനതൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. അതൊക്കെ കണ്ടു. ഇതിൻ്റെ ഇടയിൽ ഉണ്ടായി നിൽക്കുന്നുണ്ട്. ഇത് കാണുന്നുണ്ടാണാവോ അതൊക്കെ ഉണ്ടായി വരുന്നുണ്ട്. ക്യാരറ്റിൻ്റെ അവിടെ കണ്ടില്ല. സ്ട്രോബെറിയുടെ തന്നെ ഫുള്ള് ആ ഭാഗത്ത് ഒരേ വീടിൻ്റെ പിൻഭാഗത്തായിട്ട് സ്ട്രോബെറിയുടെ തൈകൾ ഇങ്ങനെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇതാണ് മറ്റേ ഓറഞ്ച് കളർ ഊട്ടിപ്പൂവ്. നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. ഓറഞ്ചും ഒരു ചെറിയ മഞ്ഞൊക്കെ കളർ മിക്സ്. ഇത് ശരിക്കില്ല നമ്മളുടെ ഊട്ടിപ്പൂവ്. അത് കുറേ അവിടെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. തന്നെ മുളച്ചതാണോ അതവിടെ നട്ടുപിടിപ്പിച്ചതാണോ അറിയില്ല. സ്ട്രോബെറിയുടെ ഇടയിലാണ് ഉണ്ടായി നിൽക്കണേ. ഇതിൻ്റെ ഉള്ളിൽ തന്നെ വൈറ്റ് ഊട്ടിപ്പൂവുണ്ട്. അപ്പോൾ ഞാനിവിടെ ഈ പറഞ്ഞപ്പോൾ അയച്ചു പറഞ്ഞു, ഇല്ല അമ്മക്ക് തോന്നിയാണ് അത് ഊട്ടിപ്പൂവെന്നല്ലാന്ന്. പക്ഷെ അവിടുത്തെ നോക്കുന്ന ആളോട് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു അത് ഊട്ടിപ്പൂ തന്നെയാണ്, വൈറ്റ് കളർ വെറൈറ്റി. നല്ല രസമുണ്ടായിരുന്നു. പണ്ടത്തെ ഞാനൊക്കെ എന്നുണ്ടെങ്കിൽ ചെടിയൊക്കെ പറിച്ച് കൊണ്ടുവന്ന് വീട്ടിലൊക്കെ വെച്ചേന്. പക്ഷെ നമ്മളവിടേക്ക് കൊണ്ടാലും ഇതൊന്നും നമ്മുടെ ക്ലൈമറ്റിന് പറ്റാത്ത കാരണം അതിന് റിസ്ക് എടുത്തില്ല. അത് കഴിഞ്ഞിട്ട് അവിടെ തന്നെ വട്ടവട എന്ന് എഴുതിയിട്ടുള്ള ഒരു മറ്റേ എന്തൊരു സ്റ്റാച്ചു പോലത്തെ സാധനമുണ്ട്. അവിടെ നിന്നിട്ട് ഐശ്യം ഇതൊക്കെ കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. മൊത്തം വട്ടവട കാണാൻ ഒരു നല്ല രസമൊക്കെ തന്നെ, നല്ല ഭംഗിയുണ്ട്. ഒരു 1 ഡേ ടൂറിനൊക്കെ പറ്റിയൊരു സ്ഥലമാണ് വട്ടവട. അത്രയൊക്കെ തന്നെ ഉള്ളൂ കാണാൻ. അല്ലാണ്ട് സ്റ്റേ ചെയ്തിട്ട് ഇങ്ങനെ കാണണ്ടാകുന്നില്ല. ഞങ്ങൾ 2 ദിവസത്തെ പ്ലാൻ ചെയ്തിട്ട് വട്ടവടയ്ക്ക് വന്ന്. പക്ഷെ ഒറ്റ ദിവസം കൊണ്ട് 2 ദിവസം സ്റ്റേ ചെയ്യേണ്ടതൊന്നുമില്ല. ഇപ്പോൾ ഒരു ദിവസം വട്ടവടയിൽ നിന്നു, ഒരു ദിവസം മൂന്നാറിൽ നിന്നു ഞങ്ങൾ. പിന്നെ അവിടെ കുറച്ച് സ്ട്രോബെറിയുടെ തൈയൊക്കെ ഉണ്ടായിരുന്നു, അതൊന്നും വാങ്ങിച്ചില്ല. വീട്ടിലെത്തുമ്പോൾ അതിന് വാടന കാരണം അതൊന്നും വാങ്ങിയില്ല. ഹണി മ്യൂസിയമൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ റൂമിൽ കയറി. അവിടുന്ന് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഞങ്ങൾ ട്രക്കിങ്ങിന് ഇറങ്ങി. അപ്പോൾ ട്രക്കിങ്ങിന് ഇറങ്ങി നേരെ മുകളിൽ ഒരു ഷൂട്ടിങ് നടന്ന സ്ഥലം ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടേക്കുള്ള യാത്രയിലാണ്.
ട്രക്കിങ് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. അയ്യോ, കുണ്ടും കുഴിയും. ഞങ്ങളൊക്കെ ശരിക്കും മിക്സിയിലിട്ട് കറക്കിയ പോലെ ഉണ്ടായിരുന്നു. ആകെ കുലുങ്ങി. നമ്മൾ നായാട്ട് സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലം. അവിടെ ഞങ്ങൾ ഒരു വെറൈറ്റി ഫ്രഷൻ ഫ്രൂട്ട് കണ്ടു. അത് ഞങ്ങൾ ആദ്യം നമ്മളെ നോർമലാണെന്ന് വിചാരിച്ചു. പക്ഷെ ആ ചേച്ചി അതെടുത്തിട്ട് പൊളിച്ച് തന്നപ്പോഴാണ് നമ്മൾ ഞെട്ടിയത്. കാരണം അതിൻ്റെ ഉള്ളിൽ വൈറ്റ് കളറായിരുന്നു. ഇത് ഞാൻ ആദ്യമായിട്ട് കാണണേ, എല്ലാവരും അങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഇത് ഭയങ്കര മധുരമായിരുന്നു. നമ്മൾ നോർമൽ ഫ്രഷൻ ഫ്രൂട്ട് അതിൽ നമ്മൾ പഞ്ചസാര ഒക്കെ ഇട്ടിട്ടല്ലേ കഴിക്കുക. പക്ഷേ ഇതല്ല, നല്ല പഞ്ചസാര ഉള്ള പോലെയായിരുന്നു. അത് കഴിഞ്ഞു ആ ചേച്ചിയുടെ കുറച്ച് ഫ്രഷൻ ഫ്രൂട്ടും സീതപ്പഴം ആയിരുന്നു അടുത്തുണ്ടായിരുന്നു. പക്ഷെ അത് സീതപ്പഴത്തിൻ്റെ മോഡലല്ല, പക്ഷെ വേറൊരു വെറൈറ്റി ടേസ്റ്റ്. അങ്ങനെ ഞങ്ങളെ ഡ്രൈവർ നല്ല അടിപൊളി ആളായിരുന്നു. ആൾ നമുക്ക് ഓരോ സ്ഥലം ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. നല്ല പോണ വഴിയൊക്കെ ഇതുപോലെ തന്നെ കല്ലും മുള്ളും ഒക്കെ നിറഞ്ഞ വഴികളായിരുന്നു. പക്ഷേ നല്ല രസമായിരുന്നു യാത്രകളും. ആളോട് ഇങ്ങനെ സംസാരിച്ച് പോവായിരുന്നു. അങ്ങനെ പോണ വഴിക്ക് ആൾ പറഞ്ഞു, നിങ്ങൾക്ക് ഊട്ടിപ്പൂ വേണമെന്ന് ചോദിച്ചു. പിന്നെ വേണം. അപ്പോൾ നോക്കിയപ്പോൾ ഇവിടെ ഒരു വലിയൊരു പറമ്പ്, ഇങ്ങനെ ഇത്തിരി ഒന്ന് ഇറങ്ങിയിട്ട് കാടിൻ്റെ ഉള്ളിലേക്ക്. ആ പറമ്പിൽ നിറച്ച് ഊട്ടിപ്പൂ ഇങ്ങനെ ഉണ്ടായി നിൽക്കുക. ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെടിയുമെന്ന് ഊട്ടിപ്പൂ പൊട്ടിക്കണ ഒരു സംഭവം. ഞാൻ നോക്കുമ്പോൾ ഐശ്യും വാപ്പിയും ഒക്കെ കമന്ന് കിടന്നിട്ട് ഊട്ടിപ്പൂ പൊട്ടിക്കാണ്. നല്ല രസമുണ്ട് കാണാൻ. കുറേ ആൾക്കാർ ഞങ്ങളെക്കാളും ഫ്രണ്ട്ലി വന്ന ആൾക്കാരൊക്കെ കുറേ പൊട്ടിച്ച് വന്ന കാരണം അധികം ഉണ്ടായില്ല, എന്നാലും നിറച്ചുണ്ട് അവിടെ. നമ്മളൊക്കെ അല്ലെങ്കിൽ ഊട്ടിപ്പൂ ഇങ്ങനെ ഊട്ടിലൊക്കെ പോകുമ്പോൾ ഊട്ടിപ്പൂ ഇങ്ങനെ പൈസ കൊടുത്ത് വാങ്ങാറല്ലേ പതിവ്. ഇതാദ്യമായിട്ട് പറമ്പിൽ നിന്ന് ഇങ്ങനെ പൊട്ടിക്കണത്. ആൾ പറഞ്ഞു കേട്ടോ, ആവശ്യമുള്ള പൊട്ടിച്ചോ, ഇതില്ലെങ്കിൽ വേറെ സ്ഥലമുണ്ട് അവിടെ നിന്നും പൊട്ടിക്കാം. നല്ല ഫ്രഷ് ഊട്ടിപ്പൂ കണ്ടില്ലേ, എന്ത് രസമാണ്. അതൊക്കെ പൊട്ടിച്ച് അവിടെ നിന്ന് ഞങ്ങൾ കുറേ പൊട്ടിച്ചു. എന്നിട്ട് അവിടെ നിന്ന് പോന്നു. അത് കഴിഞ്ഞ് നേരെ പോയത് കാബേജിൻ്റെ തോട്ടത്തേക്കും ക്യാരറ്റിൻ്റെ തോട്ടത്തേക്കുമായിരുന്നു. അത് അവിടെ കുറേ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ക്യാബേജൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് കൊണ്ടുപോകണമെന്ന് വെച്ചപ്പോൾ വീട്ടിലെത്തുമ്പോഴത്തേനും അത്യാവശ്യം ചെയ്യണ കാരണം ഞങ്ങൾ അതൊന്നും വാങ്ങിയില്ല. പക്ഷേ ക്യാരറ്റൊക്കെ ആവണമെങ്കിൽ ഇനിയൊരു 15 ദിവസം കഴിഞ്ഞാൽ ക്യാരറ്റ് ആവുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ ആ ചേട്ടൻ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെ നിന്ന് കുറച്ച് പൊട്ടിച്ച് തന്നു. പറക്കണ നോക്കാൻ വേണ്ടി പിന്നാലെ പോയി ഞങ്ങൾ. പക്ഷേ ചേച്ചിമാർ പറഞ്ഞു ഇതിൻ്റെ ഇടയിലൊക്കെ നിറയെ അട്ട ഉണ്ടാവുന്നു. അത് കാരണം ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ പോയില്ല. പോയി പകുതി വരെ പോയിട്ട് ഇങ്ങോട്ട് തിരിച്ചോടി. അവിടെ തന്നെ വെള്ള ഫ്രഷ് ഫ്രൂട്ടിൻ്റെ പറഞ്ഞിരുന്നില്ലേ, അതിൻ്റെ തൈ നിൽക്കുന്നുണ്ട് അവിടെ. അത് നമ്മൾ നോർമൽ ഫ്രഷ് ഫ്രൂട്ടിൻ്റെ പോലത്തെ തൈയല്ല, അത് നല്ല വെറൈറ്റി. അതിൻ്റെ കായ തുടക്കത്തിൽ ഭയങ്കര ഗ്രീൻ കളറാവും. അതിൻ്റെ തൈയാണ് ഈ കാണുന്നത്. ഇങ്ങനെ ഐഷാക്ക ചേച്ചി പറിച്ചു കൊടുത്ത് ഭയങ്കര ഹാപ്പി. അതായി വരുന്നുള്ളൂ, അത് കാരണം ചെറുതായിരുന്നു. പിന്നെ കേബേജും ബീൻസ് പയറിൻ്റെയാണത്. അതൊക്കെ നോക്കി ഞങ്ങൾ അവിടെ നിന്നും പതുക്കെ പോന്നു.
അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് സ്ട്രോബെറി ഫാമിലേക്കാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. ഓക്കെ, ബൈ ബൈ, സീ യു.